നമ്മൾ വീടുകളിലൊക്കെ സ്നേഹത്തോടെ വളർത്തുന്ന ചെടികളില്ലേ, അവയ്ക്ക് നമ്മളോട് പറയാൻ കുറേ രഹസ്യങ്ങളുണ്ട്. ചിലതൊക്കെ അതിജീവനത്തിന്റെ ഭയങ്കര അത്ഭുത കഥകളായിരിക്കും, പക്ഷെ മറ്റു ചിലത് അപകടം നിറഞ്ഞ ചില മുന്നറിയിപ്പുകളാണ്. അപ്പോ ഇന്ന് നമുക്ക് ആ രഹസ്യലോകത്തേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. ഒരു ചെടി വാടിപ്പോകുമ്പോ നമ്മളെല്ലാവരും ആദ്യം കുറ്റപ്പെടുത്തുന്നത് നമ്മളെ തന്നെയാ, അല്ലേ? അയ്യോ, ഞാൻ നോക്കിയത് ശരിയായില്ല, അതുകൊണ്ടാണെന്ന് കരുതും. പക്ഷേ യഥാർത്ഥ പ്രശ്നം നമ്മുടെ പരിചരണത്തിലോ കഴിവിലോ ഒന്നും ആയിരിക്കില്ല, നമ്മൾ തെരഞ്ഞെടുത്ത ചെടിയിൽ തന്നെ ആയിരിക്കാം. ചെടികളെപ്പറ്റി നമുക്കെല്ലാവർക്കും ചില തെറ്റിദ്ധാരണകളൊക്കെയുണ്ട്. നല്ല ഭംഗിയുള്ളതൊക്കെ പെട്ടെന്ന് നശിച്ചുപോകുന്ന ദുർബലമായ ഒന്നാണെന്ന് നമ്മൾ കരുതും. പിന്നെ നമ്മുടെ ചുറ്റും കാണുന്ന സാധാരണ ചെടികളെല്ലാം ഒരു കുഴപ്പവുമില്ലാത്ത സുരക്ഷിതമാണെന്നും വിചാരിക്കും. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. അതിജീവനം തന്നെയാണ് ഏറ്റവും വലിയ സൗന്ദര്യം. അതുപോലെ നമ്മൾ നിസാരമെന്ന് കരുതുന്ന ചെടികൾക്ക് പോലും ചിലപ്പോൾ നമ്മുടെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ ഒളിപ്പിക്കാനുണ്ടാവും. നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം തോൽക്കാൻ ഒരു മനസ്സുമില്ലാത്ത ചില ചെടികളെ പരിചയപ്പെടാം. മാസങ്ങളോളം വെള്ളമൊഴിച്ചില്ലെങ്കിലും കഠിനമായ സാഹചര്യങ്ങളെ കൂളായിട്ട് അതിജീവിച്ച് നിൽക്കുന്ന ചില യഥാർത്ഥ പോരാളികൾ. ഇതിന്റെ പേരാണ് ലിത്തോപ്സ്, അല്ലെങ്കിൽ ജീവനുള്ള കല്ലുകൾ. ഒറ്റനോട്ടത്തിൽ ഇത് ചെടിയാണെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ലല്ലേ? വഴിയരുകിൽ കാണുന്ന സാധാരണ കല്ലുകൾ പോലെയുണ്ട്. പക്ഷേ ഇത് ശരിക്കും ജീവനുള്ള ഒരു അത്ഭുതമാണ്. അപ്പോ ഈ ചെടിയുടെ കാര്യം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ദക്ഷിണാഫ്രിക്കയിലെ വരണ്ട മരുഭൂമിയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇതിന് നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിന്റെ വലിയ ആവശ്യമൊന്നുമില്ല. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൽ നിന്നും രാവിലെ ഉണ്ടാകുന്ന മഞ്ഞിൽ നിന്നുമൊക്കെ ഇത് ആവശ്യത്തിനുള്ള വെള്ളം വലിച്ചെടുത്തോളും. അപ്പൊ ശരിക്കും പറഞ്ഞാ ഇതിനെ നശിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി സ്നേഹം കൂടിയിട്ട് കുറെ വെള്ളമൊഴിക്കുന്നതാണ്, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്. ഇതിന്റെ ഒരു യഥാർത്ഥ സൂപ്പർ പവർ എന്താണെന്നറിയോ? മിമിക്രി, അതായത് ചുറ്റുപാടിനനുസരിച്ച് രൂപം മാറാനുള്ള കഴിവ്. വിശന്ന് നടക്കുന്ന മൃഗങ്ങൾ വന്ന് തിന്നാതിരിക്കാൻ വേണ്ടി ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്താണ് ഇത് ചുറ്റുമുള്ള കല്ലുകളുടെ അതേ രൂപം സ്വീകരിച്ചത്. ഓർത്തുനോക്കൂ, അതിജീവനത്തിന്റെ എത്ര അവിശ്വസനീയമായൊരു തന്ത്രമാണിത്. അടുത്തതായിട്ട് നമുക്ക് പോണിറ്റെയിൽ പാമ്പിനെ പരിചയപ്പെടാം. പേരിൽ ഒരു പാമ്പൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു പനിയേ അല്ല. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടില്ലേ? വീർത്തൊരു താഴ്ത്തടിയും മുകളിൽ നിന്ന് താഴേക്ക് ഒരു കുതിരവാല് പോലെ നല്ല ഭംഗിയിൽ തൂങ്ങിക്കിടക്കുന്ന ഇലകളും. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് ആ തടിച്ച തായ്തടിയിലാണ്. അതൊരു ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, അതൊരു സ്വകാര്യ വാട്ടർ ടാങ്കാ. മാസങ്ങളോളം വെള്ളമില്ലാതെ അതിജീവിക്കാൻ വേണ്ട വെള്ളം മുഴുവൻ അതവിടെ സ്റ്റോർ ചെയ്തു വെക്കും. അതുകൊണ്ടാണ് നമ്മളൊക്കെ വെള്ളമൊഴിക്കാൻ മറന്നുപോയാലും ഈ ചെടിയൊരു പരാതിയും പറയാതെ കൂളായിട്ട് നിൽക്കുന്നത്. സസ്യശാസ്ത്രത്തിൽ ഇതിനെയാണ് കോഡെക്സ് എന്ന് പറയുന്നത്. ഈ കോഡെക്സ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഒരു പ്രത്യേക പരിചരണമൊന്നുമില്ലാതെ എത്ര കാലം വേണമെങ്കിലും ഇതിന് നിലനിൽക്കാൻ പറ്റുന്നത്. കണ്ടില്ലേ, രൂപഭംഗിയും അതിജീവനത്തിനുള്ള കഴിവും എത്ര മനോഹരമായാണിവിടെ ഒന്നിക്കുന്നത്. പക്ഷേ എല്ലാ ചെടികളും ഇതുപോലെ നിരുപദ്രവകാരികളല്ല. നമ്മൾ ദിവസവും കാണുന്ന, നമ്മുടെ പൂന്തോട്ടത്തിലും വീടിനകത്തുമൊക്കെ വളർത്തുന്ന ചില ചെടികൾക്ക് വളരെ ഇരുണ്ട ഒരു രഹസ്യമുണ്ട്. അരളി നമ്മുടെയെല്ലാം വീടുകളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ സർവ്വസാധാരണമായി കാണുന്ന ഒന്നല്ലേ? നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ തരുന്ന ഈ ചെടിയെക്കുറിച്ച് നമുക്കറിയാത്ത ചില കാര്യങ്ങളുണ്ട്. കാണാൻ ഇത്രയും ഭംഗിയുള്ള, നിഷ്കളങ്കമായി തോന്നുന്ന ഈ ചെടിക്ക് എങ്ങനെയാ ഒരു അപകടകാരിയാകാൻ പറ്റുന്നത്? സത്യത്തിൽ അരളി ലോകത്തിലെ തന്നെ ഏറ്റവും വിഷമുള്ള ചെടികളിൽ ഒന്നാണ്. ഇതിന്റെ ഇല, പൂവ്, തണ്ട്, ഇതിന്റെ എല്ലാ ഭാഗത്തും കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്ന ഒരു മാരക വിഷമുണ്ട്. കാർഡിയാക്, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത് നേരെ ബാധിക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. ഹൃദയത്തിന്റെ പ്രവർത്തനം തന്നെ നിർത്തിവെക്കാൻ കഴിവുള്ള ഒന്നാണിത്. ഇതിന്റെ ഒരൊറ്റ ഇലയോ ഒരു പൂവോ മതി ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ. ഇനി നമുക്ക് വീടിന്റെ പുറത്തുനിന്ന് അകത്തേക്ക് വരാം. നമ്മുടെ ഓഫീസുകളിലും വീടുകളിലുമൊക്കെ സ്ഥിരമായി കാണുന്ന ഒരു ഇൻഡോർ പ്ലാന്റാണിത്, ഡൈഫിൻബാക്കിയ അല്ലെങ്കിൽ ഡംകെയിൻ. ഇതിന്റെ ഇലകളിലും തണ്ടിലുമൊക്കെ റാഫേഡ് എന്ന് പറയുന്ന സൂചി പോലത്തെ കുഞ്ഞൻ ക്രിസ്റ്റലുകളുണ്ട്. ഇത് നമ്മുടെ വായിലോ തൊണ്ടയിലോ കൊണ്ടാൽ ഭയങ്കരമായ ചൊറിച്ചിലും നീർവീക്കവും ഉണ്ടാവും. ചിലപ്പോൾ സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ടാണ് ഇതിന് ഡംകെയിൻ അല്ലെങ്കിൽ ഊമച്ചെടി എന്നൊരു പേര് വന്നത്. അപ്പോൾ കുട്ടികളും വളർത്തുമൃഗങ്ങളും ഒക്കെയുള്ള വീടുകളിൽ ഇത് വെക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ചില ചെടികൾക്ക് അതിജീവനശേഷി കൂടുതലാണ്, മറ്റു ചിലതിനാണെങ്കിൽ വിഷവും. എന്നാൽ ഈ രണ്ട് സ്വഭാവവും ഒരുമിച്ച് വരുന്ന ഒരു ചെടിയുണ്ട്, അതാണ് ഡെസേർട്ട് റോസ്. ആദ്യ നോട്ടത്തിൽ ഇത് നമ്മൾ നേരത്തെ കണ്ട പോണിറ്റെയിൽ പാമ്പിനെ പോലെ തന്നെയാണ്. വെള്ളം സംഭരിച്ചു വെക്കാൻ പറ്റുന്ന തടിച്ച തായ്തടിയുണ്ട്, വരൾച്ചയെ കൂളായിട്ട് നേരിടും.
പിന്നെ നല്ല ഭംഗിയുള്ള പൂക്കളും. ഒരു തികഞ്ഞ അതിജീവന വിദഗ്ധൻ. പക്ഷേ ഈ അതിജീവനത്തിന്റെ കഥയ്ക്ക് ഒരു മറുവശമുണ്ട്. വളരെ അപകടകരമായ ഒരു രഹസ്യം. അതെ, ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ അരളിയുടെ അതേ കുടുംബത്തിൽപ്പെട്ട ഒരു ചെടിയാണ്, അപ്പോസൈനേസീ. അതിന്റെ അർത്ഥമെന്താ? അതെ, അരളിയെപ്പോലെ തന്നെ ഡെസേർട്ട് റോസിന്റെ എല്ലാ ഭാഗങ്ങളിലും മാരകമായ വിഷമടങ്ങിയിട്ടുണ്ട്. അതിജീവനവും അപകടവും എങ്ങനെ ഒരേ ചെടിയിൽ ഒരുമിക്കുന്നു എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇത്. അപ്പോ ഇത്രയും കേട്ടതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു ചെടിയെ കാണുമ്പോ അതിന്റെ ഭംഗി മാത്രം നോക്കി തിരഞ്ഞെടുക്കരുത്. അതിന്റെ പിന്നിലുള്ള കഥ കൂടി നമ്മൾ അറിയണം. ഒരു ചെടിയെ ശരിക്കും മനസ്സിലാക്കാൻ ചില എളുപ്പവഴികളുണ്ട്. ഒന്നാമതായി അതിന്റെ ശരിക്കുള്ള പേര് പഠിക്കുക, വീട്ടുചെടി എന്നതിനപ്പുറം. രണ്ടാമത് അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടെത്തുക, അതിന്റെ ജന്മദേശം. ഈ 2 കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ അതിനെങ്ങനത്തെ പരിചരണം വേണം, എത്രത്തോളം വെള്ളം വേണം, അത് അപകടകാരിയാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോ അടുത്ത തവണ നിങ്ങളൊരു ചെടിയെ നോക്കുമ്പോ അതിന്റെ ഭംഗി മാത്രമല്ല, അതിന്റെ കഥ എന്താണെന്നും ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതൊരു അതിജീവനത്തിന്റെ കഥയാണോ, അതോ ഒളിഞ്ഞിരിക്കുന്നൊരു അപകടത്തിന്റെ മുന്നറിയിപ്പാണോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങളുടെ വീട്ടിലെ ചെടികൾ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്ന കഥ എന്താണെന്നും മനസ്സിലാക്കാൻ പറ്റും.